ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളായതുകൊണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാര്യ ആയതുകൊണ്ട്, അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ബിടെക് ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു ബിസിനസ് നടത്തരുത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഇത് വെച്ച് ഞാനൊരു പണിയും മക്കളെ, ഈ പണി പാളും മക്കളെ. അതിൽ മറ്റെന്തെങ്കിലും സ്വാധീനം, നമ്മുടെ ആരുടെയെങ്കിലും സ്വാധീനത്തിൻ്റെ ഭരണ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കാം. അതല്ലാതെ ഒരു വ്യക്തി ഒരു ബിസിനസ് നടത്തുക, അവർ നല്ല ഹൈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നല്ല പൊസിഷനിൽ ജോലി ചെയ്തതാണ്. അവരുടെ പൊസിഷനിൽ ജോലി ചെയ്ത ആളുകളൊക്കെ ഇന്ന് ഏത് റാങ്കിലാണ് ജോലി ചെയ്യുന്നത് നിങ്ങൾ നോക്കണം. അങ്ങനെയുള്ള ഒരാളുകൾ ഇതുപോലെ കൺസൾട്ടൻസിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫീസ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഞാൻ എൻ്റെ മറ്റേ ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരു ഫ്രഷർ ഒരു സ്വാശ്രയ കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങി ഫസ്റ്റ് പോസ്റ്റിംഗ് CA ആണ്. എന്ത് ഗതികേടാണ്! ആ കമ്പനിയുടെ ഉടമയുടെ ഗതികേടെന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? അതാണ് ഇന്ന് വീരവാദം പോലെ റിയാസ് പറഞ്ഞത്. ഒരു വലിയ കമ്പനിയുടെ വലിയ പദവിയിൽ ഇരുന്നിട്ട് ആണ് വന്നതെന്ന്. എല്ലാം പിണറായി വിജയന് കാശ് കൊടുക്കാൻ വേണ്ടി പല മാർഗങ്ങൾ ഉണ്ടാക്കിയെന്നല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാ? ശശിധരൻ കർത്ത എന്ന് പറഞ്ഞ ഹൃദയാലുവായ ഒരു വ്യവസായി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം പണമുള്ളതുകൊണ്ട് ഒരു 3 ലക്ഷം രൂപ വീതം മാസാമാസം എക്സാലോജിക്കിന് കൊടുത്തു. 5 ലക്ഷം രൂപ വീതം വീണയ്ക്കും കൊടുത്തു. വീണ ഒരു ചെറുപ്പക്കാരിയല്ലേ, അവരുടേതായ ആവശ്യങ്ങളുണ്ടാവുമല്ലോ. ലിപ്സ്റ്റിക്ക് വാങ്ങിക്കട്ടെ, അല്ലെങ്കിൽ മുഖത്ത് ക്രീം പുരട്ടട്ടെ, പുതിയ ഫാഷനിലുള്ള ചുരിദാറും കമ്മീസും വാങ്ങിക്കട്ടെ, ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലൊക്കെ ഒന്ന് വിദേശയാത്ര നടത്തട്ടെ. അതിനൊക്കെ ശശിധരൻ്റെ അങ്കിളല്ലാതെ ആരെ സഹായിക്കാം? മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ബക്കറ്റ് വീട് നടത്തി കൊടുക്കും, അല്ലെങ്കിൽ DYFIയുടെ 5 ലക്ഷം ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കും. ഒറ്റ നയാ പൈസ കൊടുക്കില്ല. പിണറായി വിജയനാണെങ്കിൽ യാതൊരു അഴിമതിയും ചെയ്യാത്ത ആളാണ്. അദ്ദേഹത്തിന് കൈക്കൂലി വാങ്ങിക്കാൻ പറ്റൂ? അതും പറ്റില്ല. കമല ടീച്ചർക്കാണെങ്കിൽ തുച്ഛമായ പെൻഷൻ മാത്രമാണ് ഉള്ളത്. അതിൽ തന്നെ DCRG കിട്ടിയ പൈസ കൊണ്ടാണ് വീണ ബാംഗ്ലൂർ പോയി എക്സാലോജിക്ക് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ തട്ടിമുട്ടി അനുഷ്ഠിച്ച് പോകുന്ന ഒരു കുടുംബമാണ്. അവിടെ പാവപ്പെട്ട ശശിധരൻ കർത്ത ചെറിയൊരു സാമ്പത്തിക സഹായം ചെയ്തു. അത് ഇത്ര വലിയ വിഷയമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അതിനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റുകാർ വന്ന് വീട് വളയുന്നു, പരിശോധന നടത്തുന്നു. ഇതിൽ വളരെ മാന്യമായും നിയമപരമായും ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ, കോളേജ് കാലം മുതലുള്ള എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ ഈ റെയ്ഡിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് റിയാസിനെ തന്നെ ഇവർ പിൻ പോയിന്റ് ചെയ്തത്? പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ചു എന്നുള്ളതുകൊണ്ടാണോ? അല്ല, സത്യത്തിൽ അതല്ല കാരണം. ഇത് കേൾക്കുന്നത് വിചാരിക്കും അങ്ങനെയാണ്. എന്താണ്, വീണ തൈക്കട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടാണ് റിയാസിൻ്റെ നേരെ പ്രതികാര നടപടി. അല്ല, ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭാവി നായകൻ പിണറായി സഖാവിൻ്റെ കണ്ണടഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്തേക്ക് വരേണ്ടവരാണ്. അത് സഖാവ് മുഹമ്മദ് റിയാസാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാവി നായകൻ. ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആശയം ആവേശവുമായിട്ടുള്ള നേതാവ് സഖാവ് മുഹമ്മദ് റിയാസാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ഭാവി തകർക്കുക, അയാൾ CPMൻ്റെ അത്യുന്നത നേതാവായിട്ട് വളരുന്നതിന് തുരങ്കം വയ്ക്കുക. പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് അസൂയാലുക്കളുണ്ട്. ഇടതു മുന്നണിയിൽ വേറെയുമുണ്ട്, കോൺഗ്രസിലും ലീഗിനും ഒട്ടനവധി പേര് വേറെയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ആഗ്രഹിക്കുന്ന റിയാസിൻ്റെ പതനമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളെ വിട്ട് റിയാസിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് DYFI, SFI അടക്കമുള്ള സകല വർഗ ബഹുജന പ്രസ്ഥാനങ്ങളും സംഘടനകളും നേതാക്കളും എല്ലാവരും റിയാസിൻ്റെ പിന്നിൽ അണിനിരക്കണം. ആ ചെറുപ്പക്കാരനെ നമുക്ക് ഇന്ത്യയുടെ ഭാവി ഭാഗ്യവിധാതാവായിട്ട് ആവശ്യമുണ്ട്. ചെങ്കോട്ടയിലും ചെങ്കൊടി മാറും, മുഹമ്മദ് റിയാസ് ഇന്ത്യ ഭരിക്കും. അങ്ങനെ ഒരു ദിവസം വരികയുണ്ട്. അവരൊരു ഇൻഡിവിജ്വലാണ്, ഒരു ഭർത്താവ് എന്നുള്ളതിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വെറുതെ ഇരിക്കരുത്. നല്ല ബിസിനസ് പറ്റുന്നത് ചെയ്യണം. നിയമപരമായും മാന്യമായിട്ടാണ്. അവരെ പറ്റി നിങ്ങൾക്കൊക്കെ അന്വേഷിച്ച് അറിയും. കോഴിക്കോട് ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്നവരാണ് അവരൊക്കെ. അപ്പോൾ ഒരു പുകമറ സൃഷ്ടിച്ച് ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമം ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ വിഷയം രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാനും ഇതുകൊണ്ടാകെ ഭയപ്പെട്ട് ഓടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. BJP ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ ഇന്നലെ എതിർത്ത പോലെ ഇന്ന് എതിർക്കുന്ന പോലെ നാളെ എതിർക്കും. അത് തല പോയാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യും. അതിനെ എന്തെങ്കിലും കാണിച്ച് ആരെയും പറഞ്ഞ് പേടിപ്പിച്ചാൽ അങ്ങനെ പേടിച്ചു പോകുന്നവരല്ല ഞങ്ങൾ എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ശ്രീ വിനു, ഞാൻ ആദ്യം തന്നെ ശ്രീ മുഹമ്മദ് റിയാസിന്റെ സത്യസന്ധതയെ, ആത്മാർത്ഥതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം
അദ്ദേഹം ലാർജ്ലി ഇ ഡിയെ എതിർത്താണ് സംസാരിച്ചത് എങ്കിലും അബദ്ധത്തിൽ അദ്ദേഹം ഒരു സത്യം പറഞ്ഞു. അതാണ് ഇപ്പോൾ പ്ലേ ചെയ്തത്. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാ ന്യായീകരണ ക്യാപ്സൂളുകളെയും ഒറ്റയടിക്ക് നിർവീര്യമാക്കുന്നത്, ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെ ന്യായീകരിക്കുന്നതുമായിട്ടുള്ള ഒരു സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞത്? മാന്യമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ മാന്യമല്ലാതെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാം. ഒപ്പം ഇപ്പൊ പ്ലേ ചെയ്തിരിക്കുന്ന ബൈറ്റിലുള്ള വീണയുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഭരണസ്വാധീനം ഉണ്ട് എങ്കിൽ അത് അന്വേഷണ ഏജൻസിക്ക് പരിശോധിക്കാം എന്നാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. മാന്യമല്ലാത്ത ബിസിനസ് നടത്തുന്ന ആൾക്കാരുടെ കാര്യം, അതേപോലെ തന്നെ ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. സത്യത്തിൽ ഈ കേസിൽ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇത് തന്നെ അല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതിൽ മാന്യമായിട്ടുള്ള ബിസിനസ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇ ഡി ഇന്ന് ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? വീണയുടെ വീട്ടിൽ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നടത്തിയിരിക്കുന്ന റെയ്ഡിൽ നിന്ന് കുറേയധികം ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് കിട്ടി. അതിൽ കുറേയധികം ആൾക്കാരുടെ പേര് എഴുതിയിട്ടുണ്ട്. അവർ ഓരോരുത്തർക്കും ഹാൻഡിൽ ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ദുബായിലേക്ക് ഏതാണ്ട് 85 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായിട്ടുള്ള പണം വിദേശ കറൻസിയിൽ തന്നെ കൈമാറ്റം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ 20 കോടി രൂപ ഇന്ത്യൻ രൂപയിൽ തന്നെ കൈമാറ്റം ചെയ്തിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു സിം കാർഡിന്റെ വിവരങ്ങളുണ്ട്. അത് നേരത്തെ ശ്രീ വിനു പറഞ്ഞതുപോലെ ഇന്റർനെറ്റ് കോളുകൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിം കാർഡാണ്. അപ്പൊ ഈ പേരുകാരായിട്ടുള്ള ആൾക്കാരുടെയും ഈ സിം കാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അത് ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് എന്നീ ആൾക്കാരുടെ സ്ഥലങ്ങളിലാണ് ഇ ഡി കോഴിക്കോട് റെയ്ഡ് നടത്തിയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ടോ അവിടെ നിന്ന് എന്താണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ഡിജിറ്റൽ ഡിവൈസസ് ആണ്. അപ്പൊ ഫോൺ ഉൾപ്പെടെയുള്ള മറ്റുപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടാകും. അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. തന്നെയുമല്ല, ഹവാല ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് പണം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ ഇ ഡിക്ക് ലീഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ തന്റെ വരുമാനത്തിനേക്കാൾ വളരെ ഉയർന്ന തുകയാണ് വീണ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ഇ ഡി പറയുന്നുണ്ട്. അത് അവരുടെ കേവല വരുമാനം എന്നുള്ളത് മാത്രമല്ല, CMRL ബന്ധപ്പെട്ടിട്ടാണ് ഈ അന്വേഷണം തന്നെ നടക്കുന്നത്. CMRL 182 കോടി രൂപയുടെ ബ്രൈബുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതിൽ 2.78 കോടി രൂപ വീണയ്ക്ക് കിട്ടി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒറിജിനൽ കേസ്. പക്ഷെ അങ്ങനെ കിട്ടിയിരിക്കുന്നതിനേക്കാൾ, CMRL കിട്ടിയിരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിട്ടുള്ള പണമാണ് വീണ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ശ്രീ റിയാസ് പറയേണ്ടത് ഇതാണോ മാന്യമായ രീതിയിൽ ബിസിനസ് നടത്തുന്ന രീതി എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെ സ്വന്തമല്ലാത്ത പേരിൽ സിം കാർഡ് എടുത്തു വെച്ചതിന് ശേഷം ഇന്റർനെറ്റ് കോൾ ചെയ്യുക, ഇവിടെ റിപ്പോർട്ട് ചെയ്യാതെ, ഇവിടെ ടാക്സ് അടയ്ക്കാതെ മാന്യമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന രീതിയൊക്കെ വിട്ടുകൊണ്ട് വിദേശത്തേക്ക് പണം കൈമാറ്റം ചെയ്യുക, തനിക്കുള്ള വരുമാനത്തിനേക്കാൾ കൂടുതൽ പണം ഇങ്ങനെ ട്രാൻസാക്ട് ചെയ്യുക. അപ്പൊ അതിൽ ആരുടെയൊക്കെ പേരാണോ എഴുതി വെച്ചിരിക്കുന്നത്, ആ സിം കാർഡ് ആരുടെ പേരിലാണോ അവരെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് മാന്യതയല്ല എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണിത് എന്നുള്ളതിന്റെ ആദ്യ സൂചനകളാണ് കാണുന്നത്. ഈ 2.25 കോടി രൂപയല്ല, മറിച്ച് ഇതിൽ പറയപ്പെട്ടിരുന്നതിനേക്കാൾ വളരെ ഉയർന്ന തുകയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അദ്ദേഹം പറഞ്ഞത് ഭരണസ്വാധീനം അന്യായമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് അന്വേഷിക്കാമെന്നാണ്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധുത്വം വഴിയാണ് സേവനമില്ലാതെ ഈ മാസപ്പടി വാങ്ങിയത് എന്ന് തന്നെയല്ലേ ആദ്യം മുതൽ എല്ലാ അന്വേഷണ ഏജൻസികളും പറയുന്നത്. ഇപ്പൊ ഒരു 2-3 ആഴ്ച മുമ്പ് നമ്മൾ എല്ലാവരും കേട്ട ഒരു കാര്യമുണ്ട്. ശശിധരൻ കർത്തായുടെ 2024 ഏപ്രിൽ മാസത്തിൽ എടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിൽ പണം കൊടുത്തിട്ടുണ്ട് എന്നത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് കർത്ത പറയുന്നത് എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, വിത്തൗട്ട് സർവീസ്, ഇപ്പൊ സേവനം ഇല്ലാതെയാണ് പണം കൊടുത്തിരിക്കുന്നത്. 2, കൺസിഡറിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് കേരള CM പിണറായി വിജയൻ, എന്ന് വെച്ചാൽ ബന്ധുത്വം വഴിയാണ്. അതായത് ഭരണ സ്വാധീനം ഉപയോഗിച്ച് തന്നെയാണ് സേവനമില്ലാതെ പണം കൊടുത്തത് എന്ന് കൊടുത്തവൻ പറയുകയാണ്. അപ്പൊ പിന്നെ ശ്രീ റിയാസ് ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വേട്ടയാടലല്ലാതെ രാഷ്ട്രീയതരമായിട്ട് അന്വേഷിക്കാൻ കഴിയുന്ന 2 കാര്യങ്ങളും ഈ ഇ ഡിയുടെ അന്വേഷണം ടിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിയാസിന്റെ തന്നെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള അന്വേഷണമാണ്. അതിൽ ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ, ഉപ്പിടണം കുറച്ച്. ഇന്ന് ഈ നോട്ടിന്റെ ഏറ്റവും അവസാനം ഇ ഡി പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേസിലെ നിയമ നടപടി സ്വീകരിച്ച് തുടരും, ഈ കേസിലെ അന്വേഷണം ഇനിയും തുടരും എന്ന്. അതായത് ശ്രീ റിയാസിന് പരാതിയുണ്ട് എന്ന് കരുതി അന്വേഷണം നിർത്താൻ പറ്റില്ല, റെയ്ഡുകൾ ഒഴിവാക്കാനായിട്ട് കഴിയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പോൾ റെയ്ഡ് ചെയ്ത ആൾക്കാരിലേക്ക് ഈ അന്വേഷണം എത്തിയത് എന്നതിനെ പറ്റി ആലോചിക്കണം. അവർക്ക് വീണയുമായിട്ട് ബിസിനസ് ബന്ധം ഉള്ളത് കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഈ രീതിയിലത്തേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് അവർ വരുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ഇ ഡിയുടെ ഈ പ്രസ് നോട്ട് വന്നപ്പോൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്തു. കാരണം അവരുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സിൽ ഇവരുടെ പേരാണ്, ഈ സിം കാർഡ് എടുത്തിരിക്കുന്നത് അവരാണ്. അതല്ലാതെ റിയാസ് പറയുന്നത് പോലെ റിയാസിന്റെ കോളേജിലെ ഫ്രണ്ട്സ് ആയതുകൊണ്ടല്ല ഇവരിലേക്ക് അന്വേഷണം വരുന്നത്. ഈ 3-4 ഫ്രണ്ട്സ് മാത്രമേ റിയാസ് കോളേജിൽ പഠിച്ചപ്പോൾ ഉള്ളായിരുന്നോ? ബാക്കി ആരും ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. അപ്പൊ അവരുടെ എല്ലാം വീട്ടിലേക്ക് ഇ ഡി ചെന്നോ? ഇല്ല.
അപ്പൊ ഇത് റിയാസുമായി ബന്ധമുള്ള ഒരു കാര്യമല്ല. നിലവിൽ അത് വീണയുമായി മാത്രം ബന്ധമുള്ള കാര്യമാണ്. ഇത് റിയാസിന്റെ സുഹൃത്തുക്കളായിരിക്കാം, റിയാസിന്റെ പാർട്ടിയിലെ സഹപ്രവർത്തകരായിരിക്കാം. പക്ഷെ വീണയുമായി ബന്ധമുള്ളത് കൊണ്ടാണ് വീണ കൈവശം സൂക്ഷിച്ചിരുന്ന ഹാൻഡ് റിട്ടൺ നോട്ട്സിൽ ഇവരെയും ഇവരെ കുറിച്ചിട്ടുള്ള പണവും അതേപോലെ തന്നെ ഈ സിം കാർഡിന്റെ ഡീറ്റെയിൽസും ഫോട്ടോഗ്രാഫും ഉൾപ്പെടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നതിൽ എന്താ കാര്യം? ഇത് ആദ്യമായിട്ട് ഇ ഡി ഇപ്പൊ വന്ന് അന്വേഷിക്കുകയാണോ? ROC അന്വേഷിച്ചതല്ലേ? SFIO അന്വേഷിച്ചതല്ലേ? ഇൻകം ടാക്സ് അന്വേഷിച്ചതല്ലേ? എന്നിട്ട് സെറ്റിൽമെന്റ് ബോർഡിൽ അവരെ ടാക്സിന്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിരുന്നതല്ലേ? ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ട് എന്ന കാരണത്താൽ ഇ ഡിക്ക് എൻട്രി ലഭിച്ച കേസല്ലേ? ഇ ഡിയുടെ വരവിനെ തടയുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചതല്ലേ? അവസാനം ഈ അന്വേഷണം തുടരുന്നതിന് വേണ്ടിയിട്ട് അനുമതി നൽകിയിരിക്കുന്നത് ഈ നാട്ടിലെ കോടതിയാണ് എന്നതുപോലും റിയാസ് മറന്നുപോയോ? അപ്പൊ പിന്നെ റിയാസ് പറഞ്ഞിരിക്കുന്നത് പോലെ നിയമത്തിനോട് ബഹുമാനം ഉണ്ടെങ്കിൽ ഈ അന്വേഷണത്തിനോട് സഹകരിക്കുക, അതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അന്വേഷണത്തിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ്, BJP ഇ ഡിയെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഏറ്റവും രസകരമായ കാര്യം, ഈ MA ബേബി ഒക്കെ ദില്ലിയിൽ നടത്തിയ സമരം, MA ബേബി അറസ്റ്റ് വരിക്കുന്നു, മറ്റൊരു മലയാളിയായ PB അംഗത്തെ ഈ കോളേജ് വിദ്യാർത്ഥികളൊക്കെ സമരസമയത്ത് വലിച്ചടിച്ചുകൊണ്ട് പോകുന്നത് പോലെ എന്നെ വലിച്ചടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അവിടെ കിടക്കുകയാണ്. പോലീസ് വലിച്ചടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു ഹവാല ഇടപാടിൻ്റെ രേഖകൾ കണ്ടെത്തുമ്പോഴാണെന്നൊന്ന് ഓർത്തു നോക്കൂ ശ്രീ ഷോൺ. ഇവരൊക്കെ ചെയ്യുന്ന പണി, ഈ PB മറ്റേ ജനറൽ സെക്രട്ടറി, ഇതിനൊക്കെ പറഞ്ഞത് വലിയ പദവികളായി നമുക്ക് വിചാരിച്ചിരുന്നതാണ്. ആ ആളുകളൊക്കെ ഒരു ഹവാല ഇടപാടിൻ്റെ രേഖ ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നതിനെതിരെയാണ് രാജ്യ തലസ്ഥാനത്ത്. അത് വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് അംഗബലം അത്രേ ഉള്ളൂ. ഇവിടെ കാണിക്കുന്ന തിണ്ടമെടുക്കൊന്നും ദില്ലിയിൽ കാണിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മളെ വിരട്ടും, തെറി വിളിക്കും, പേടിപ്പിക്കും, വീട്ടിൽ കയറും. പക്ഷേ അവിടെ ഒന്നിനും ശേഷിയില്ലാത്തതുകൊണ്ട് ഉള്ള ആളുകൾ ഒരു പരിപാടി അവിടെ നടത്തി. അത് തന്നെ ഇതിനു വേണ്ടിയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. രാജ്യ തലസ്ഥാനത്ത് MA ബേബി സഖാവിൻ്റെയൊക്കെ ഗതികേട് എന്ന് പറഞ്ഞാൽ, പിണറായി വിജയൻ ഇവിടുന്ന് പണം കൊടുത്താൽ മാത്രമേ അവിടെ വണ്ടിക്കൂലിക്കും ചെലവിനും ചായയും പരിപ്പുടയും മേടിക്കാനുള്ള കാശുള്ളൂ. അപ്പോൾ പിണറായി വിജയനെ പ്രീണപ്പെടുത്താൻ MA ബേബിയെ പോലെയുള്ള ഒരു മുതിർന്ന സഖാവിന് പോലും ഇത് ഇത്തരം കോലംകെട്ടുകൾ തെരുവിൽ നടത്തേണ്ട ഗതികേടിലാണ് CPM നിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ സേവനമില്ലാതെ പണം കൊടുത്തു എന്ന് പറയുന്നത് കർത്തയാണ്, സ്റ്റേറ്റ്മെന്റ് റെക്കോർഡാണ്. കൊടുത്ത സേവനത്തിന് തെളിവില്ല എന്ന് സമ്മതിച്ചിരിക്കുന്നത് വീണയാണ്, ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡാണ്. ഒരു IT സേവനത്തിന് തെളിവില്ല എന്ന് പറയുന്നത് തന്നെ വിവരക്കേടിന്റെ അങ്ങേയറ്റമാണ്. കാരണം അതിന്റെ ഒരേ ഒരു അർത്ഥം അങ്ങനെ ഒരു സേവനമില്ല എന്നാണ്. പിന്നെ ശ്രീ റിയാസ് പറയുന്ന ഈ ഭാര്യയെ പുകഴ്ത്തുന്നതിൽ എനിക്ക് വിരോധമില്ല, പക്ഷെ അദ്ദേഹം പറയുന്ന കുറെ വാട്ട് അബൌട്ടറി ഉണ്ട്. ഒന്നാലോചിച്ച് നോക്കുക, ഇതിനെ ഒരു ഇരവാദമായിട്ട് മാറ്റുകയാണ്. ഇപ്പൊ വീണ ബിസിനസ് നടത്തരുതെന്ന് പറയുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുക. ആര് പറഞ്ഞെന്നാണ്? അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞോ വീണ ബിസിനസ് ചെയ്യരുതെന്ന്? കോൺഗ്രസും BJPയും പറഞ്ഞോ? പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് പറഞ്ഞോ? ഇന്നാട്ടിലെ മാധ്യമ പ്രവർത്തകരും പറഞ്ഞോ? ഞാനെങ്കിലും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു വാദമേ ആരും പറഞ്ഞിട്ടില്ല. ചെയ്യുകയാണെങ്കിൽ മാന്യമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നാട്ടു നടപ്പാണ്. അതിനപ്പുറത്തേക്ക് വീണ ബിസിനസ് ചെയ്യാൻ പാടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇരവാദം ഇറക്കുകയാണ്, സ്ത്രീപക്ഷവാദം ഇറക്കുകയാണ്. ആ ലെവലിലേക്ക് റിയാസ് ഇന്ന് മാറി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അവസാനം ഒറ്റയടി, അതായത് ഞാൻ BJPയിലേക്ക് പോകില്ല, തല പോയാലും ഞാൻ BJPയിലേക്ക് പോകില്ല. ഇതിനാണ് വാട്ട് അബൌട്ടറി എന്ന് പറയുന്നത്. ഇവിടുത്തെ വിഷയം അതല്ല. അങ്ങനെ BJPയിലേക്ക് വരണമെന്ന് റിയാസിനോട് ആരെങ്കിലും പറഞ്ഞോ? ഇപ്പൊ ED ഉദ്യോഗസ്ഥർ പറഞ്ഞോ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം നിങ്ങൾ BJPയിലേക്ക് ചേരുക എന്നുള്ളതാണ്? അങ്ങനെയാണെങ്കിൽ പറയണം, ദാ ഇന്ന ഉദ്യോഗസ്ഥൻ എന്നോട് അങ്ങനെ പറഞ്ഞു. ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ ആവശ്യപ്പെട്ടെങ്കിൽ അത് പറയുക. അതിനപ്പുറത്തേക്ക് അണികളെ ആവേശഭരിതരാക്കാനായിട്ടുള്ള ഇമാതിരി ഡയലോഗ് വേണ്ട എന്ന് അദ്ദേഹത്തിന്റെ അമ്മായിയച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നാണ് ശരിക്കും പിണറായി വിജയന്റെ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ ആ ഡയലോഗ് നമ്മൾ ഒരിക്കൽ കൂടി കേൾക്കേണ്ടത്. അതിന് പറ്റിയ ദിവസമാണ്, അതുകൂടി കേൾക്കാം. എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കേൾക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റേതായ കമ്പനി തുടങ്ങുക, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കം ഉണ്ടാവില്ല. പക്ഷെ പിണറായി വിജയന് മാനസിക കുലുക്കം ഉണ്ടാവില്ല, പാർട്ടിക്കാർക്കായിരിക്കും ഉണ്ടാവുക. ഈ അമ്മയുടെ പെൻഷൻ കാശ് എടുത്തുകൊണ്ട് പോയി തുടങ്ങിയ കമ്പനി അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കോ മറ്റോ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും ഒക്കെ വരും, അത് വിദേശ കറൻസിയായി മാറും, പല അക്കൗണ്ടുകളിലേക്ക് പോകും. എന്തൊക്കെയാണോ ഈ നാട്ടിൽ സംഭവിക്കുന്നത്? MA ബേബിക്കെങ്കിലും താമസിയാതെ ഒരു ബോധോദയം ഉണ്ടാകാൻ നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം.